Praise the Lord. Hallelujah. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം. ലോകത്തിനിമ്പത്തെ തേടുവോർ ശോകത്താൽ വീണിടുമേ, ക്രിസ്തുവിൻ സന്നിധി ചേർന്നിടുന്നോർക്കെന്നും അത്യാനന്ദമേ. ക്രിസ്തുവിൻ സന്നിധി ചേർന്നിടുന്നോർക്കെന്നും അത്യാനന്ദമേ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം. വേദനയേറുന്ന നേരവും സോദരൻ മാറുമ്പോഴും, വേദനയേറുന്ന നേരവും സോദരൻ മാറുമ്പോഴും, മാറാത്ത സ്നേഹിതനാമേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ. മാറാത്ത സ്നേഹിതനാമേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം. വേറില്ലോരാശ്വാസസ്ഥാനവും വേറില്ലോരാശ്രയവും, വേറില്ലോരാശ്വാസസ്ഥാനവും വേറില്ലോരാശ്രയവും, മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം, മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം, ആഴേലും മനസ്സിന് അരുളും സുഖദാനം. കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവു വന്നിടുമ്പോൾ, കണ്ണുനീർ പൂർണ്ണമായി തോർന്നിടും കർത്താവു വന്നിടുമ്പോൾ, പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ, പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴേലും മനസ്സിന് അരുളും
സുഖദാനം ആഴേലും മനസ്സിന് ആരുളും സുഖദാനം ആഴേലും മനസ്സിന് ആരുളും സുഖദാനം. Thank you so much. Amen. Stotram. Hallelujah. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പാടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. നമ്മുടെ പ്രിയന്റെ വരോട് കൊണ്ട് കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുനീർ നിറഞ്ഞ ദുഷ്ട ലോകത്തില് ഹല്ലേലൂയ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ദൈവത്തിന്റെ കരങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പാട്ടുപാടിയപ്പോൾ കർത്താവ് മഹത്വം കൊടുക്കുകയും എല്ലാവരുടെ മേലും അതിനുള്ള അനുഗ്രഹം ഹല്ലേലൂയ സമൃദ്ധിയായി പകർന്നു. സ്തോത്രം. പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാനിടയായി തീർന്നുവല്ലോ. പ്രിയ മക്കൾക്ക്, കുടുംബമായി കുഞ്ഞുങ്ങൾക്കും ദീർഘായുസ്സോടെ തൃപ്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രേരണ അനുഗ്രഹമാക്കി ദൈവം നിർത്തിയിരിക്കുന്നല്ലോ. ദൈവത്തിനും ദൈവമക്കൾക്കും ഹല്ലേലൂയ സകലർക്കും അനുഗ്രഹമാക്കി തുടർന്ന് എല്ലാത്തിനും അനുഗ്രഹങ്ങൾ പോലെ ദൈവം മാനിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനം ദൈവനെ ശുശ്രൂഷിപ്പാൻ പൂർണ്ണ കർത്താവിൽ വിലപ്പെട്ട ദാസനെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മക്കളെ, അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയാവുന്നു അഭിഷക്ത ശുശ്രൂഷ, തേജസ്സിന്റെ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ, അത്ഭുത ശുശ്രൂഷ. ഈ രാത്രിയിൽ വചന കേൾവി നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ ദൈവഭക്തിനെ തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്നവരാക്കെ ശക്തിയോർത്തി ആത്മാവ് നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. കർത്താവേ പരിശുദ്ധ ദൈവമേ സകപിതാവേ അപ്പച്ച സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ പാതോടത്തോടെ നടത്തുകയെന്ന് യേശുപ്പച്ച സ്തോത്രം. സന്ധ്യാസമയത്ത് കർത്താവേ ഞങ്ങൾ പ്രളയൻ കുടുംബമായി അപ്പച്ച സഹായിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നല്ലൊരു പൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. അനുഗ്രഹിക്കപ്പെട്ട പൽക്കാലം അപ്പ സ്തോത്രം. കർത്താവേ ഞങ്ങൾക്ക് വേണ്ട എല്ലാം ദാനം ചെയ്ത് കർത്താവേ നന്ദിയോടെ കർത്താപ്പച്ച സ്തോത്രത്തെ പാതോടത്തിലായിരിക്കും ഞങ്ങൾ എല്ലാവരെയും സഹായിച്ച് ഞങ്ങളുടെ പോക്കിലും വരലും എല്ലാവരുടെയും ജോലി കാര്യങ്ങളിൽ കർത്താവേ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ജീവിതം കോളേജ് ജീവിതത്തിലൊക്കെയും പൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടൊരു പൽക്കാലമാക്കി അപ്പച്ചന്റെ കൃപയുടെ മറയിൽ എല്ലാവരെയും മറച്ചനായി നന്ദിയോടെ സ്തുതിക്കുന്ന രാത്രികാലം കർത്താവിന്റെ സന്നിധി ഒരുമിച്ചായിരിക്കാനുള്ള ക്രോധനായ സ്തോത്രങ്ങളൊക്കെ അയക്കുന്ന പട്ടണങ്ങളിൽ ഭവനങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അപ്പ അവിടെ അഭിഷേകത്തോടെ നിർത്തിരിക്കുക സ്തുതിക്കുന്ന കർത്താവെ ഏൽപ്പിക്കുന്ന സഹായിക്കുന്നവരെ അവർക്ക് പ്രത്യാശ നിൽക്കുന്നമേ താഴ്ത്തുന്ന കുടുംബമായി സമർപ്പിക്കുന്നു. സർവമാനവും മഹത്വം പോയിച്ച എല്ലാ അപ്പച്ചനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് കേൾക്കണേ പുണ്യപിതാവേ. ആമേൻ. മഹാദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടിലും മധുരം പേറിയ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നത് എന്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവുമായി. ഹല്ലേലൂയ. സൗഖ്യം തരുന്ന വചനം, നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്ന ഹല്ലേലൂയ വചനം ദൈവമാകുന്ന സ്തോത്രം. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഹല്ലേലൂയ. ഭൂമി അവിടുന്ന് പാദപീഠം, ദൈവത്തിന്റെ പാദപീഠം ചേർന്ന് വന്ന് നമ്മൾ ഇരിക്കുന്നത് തന്നെ ജീവിതത്തിൽ എത്രയോ ഭാഗ്യമാകുന്ന സ്തോത്രം. അല്ലെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. യഹോവേ അരുളി ചെയ്യണമേ, അടിയാൻ കേൾക്കുന്നുള്ള പ്രകാരം നമുക്ക് ആയിരിക്കാം. ഒഹായോ സിറ്റിയിൽ നിന്നും പ്രധാനപ്പെട്ടദാസൻ പറഞ്ഞു ടോമി ജോസഫിനെ ആദരവോട് സ്നേഹത്തോടും കൂടെ കലാമ പറയുന്നത് ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയും ഭയഭക്തിയോട് ദിവസമില്ലായിരിക്കാം. ഈ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയലനി കടന്നു വരുവാനും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ അത് ചിന്തനം ചെയ്യുവാനൊക്കെ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ആത്മാർത്ഥമായി അനുഗ്രഹമായി ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിളുപദാസൻ പ്രിയ അനികുജാനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ശുശ്രൂഷയിൽ മാനിക്കട്ടെ. ലൈനിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ആമേൻ. വിലപ്പെട്ട ദൈവദാസൻ പ്രിയ സാക് ബ്രദർ, അതുപോലെ തന്നെ സിസ്റ്റർ, കുഞ്ഞുങ്ങള്, മാതാവ് എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവിടെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ലൈനിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. പാടുവാനും
അതുപോലെ തന്നെ അമ്മയെ സിസ്റ്ററിനെ കർത്താവിന്റെ ദാസിക്ക് ശക്തമായി പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് കൃപ കൊടുത്തല്ലോ. അമ്മേൻ ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. വചനം വായിച്ചിരുന്ന അമ്മാമ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുവാൻ ഹല്ലേലൂയ ഹൃദയം തുറക്കുവാൻ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഹല്ലേലൂയ ചിന്തിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. എളിവനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എബ്രായ ലേഖനമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 7 തൊട്ട് പ്രൈസ് ദി ലോർഡ് 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ വായിപ്പാൻ അമേൻ പ്രൈസ് ദി ലോർഡ് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം 7 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ നല്ല വചനങ്ങൾ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അമേൻ കവിഞ്ഞൊഴുക്കല്ലാത്തിനായി സ്തോത്രം ചെയ്യുന്ന രാത്രി ഞങ്ങളോട് വേണ്ട കൃപ ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, കുഞ്ഞാട് രക്തത്താൽ ഒരിക്കൽ കൂടെ കഴുകി ശുദ്ധീകരിക്കണം. കുറവുകളെല്ലാം ക്ഷമിക്കണം. ലൈൻ ലീഡ് ചെയ്യുന്ന പ്രിയാനി കുച്ചാനെയും അമ്മാമയും കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ലൈൻ നേതൃത്വം കൊടുക്കുന്ന സാക് ബ്രദറിനെയും തന്റെ ദാസിയെയും മാതാവിനെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അതിന് വായിച്ചിരുന്ന അമ്മാമ അതുപോലെ തന്നെ പാടുവാൻ കർത്താവെ ശനിയെ സഹായിച്ചല്ലോ. പ്രാർത്ഥിപ്പാൻ ശക്തമായി കർത്താവെ ലിസിസ്റ്ററെ സഹായിച്ചല്ലോ. ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളോട് സംസാരിക്കണം, മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മള് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതിന്റെ ബാക്കിയായിട്ടുള്ളതാണ്. ആമേൻ. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം നമുക്ക് പ്രൈസ് ദി ലോർഡ് ഈ പഠനത്തിൽ നിന്ന് തരാനുള്ള ആലോചനകളും ആഴമായ ചിന്തകളൊക്കെ നവീൻ നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രൈസ് ദി ലോർഡ് വീണ്ടും അനേക വൻ കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ 3 ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാള് പറഞ്ഞത് കൊണ്ടോ ഇത് തീരുന്നല്ല. ഈ വചനത്തിനകത്ത് വീണ്ടും നിലനിൽക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഈ പഠനം ലഭിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കടന്നു പോകുന്ന അവസ്ഥകളോടുള്ള ബന്ധത്തിലുള്ള ദൂതുകളും തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം തന്നെ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഭാഗം വ്യക്തമായി അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ ദൈവം കൊണ്ടുവന്നാക്കി കഴിഞ്ഞപ്പോൾ ദൈവം അവരെ സ്നേഹിച്ച് സ്വന്തം ജനമായി ആമേൻ അവരെ വിടിവിച്ച് അവരെ വളരെ സ്നേഹത്തോടുകൂടെ അവരെ മരുഭൂമിയിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ദൈവത്തിന് തന്റെ ജനത്തോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ദൈവം മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ വിടിവിച്ചത്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഭാവി കാലം അല്ലെങ്കിൽ നിത്യത മുഴുവൻ അറിയാവുന്ന ദൈവമാണ്. എന്നാൽ തന്നെ ദൈവം ആമേൻ മനുഷ്യന് ഭൂമിയിൽ സ്വാതന്ത്ര്യം, സ്വന്തമായി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീ വില്ല്, ഫ്രീഡം, ആമേൻ ഇതെല്ലാം ദൈവം നൽകിക്കൊണ്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം പ്രതീക്ഷകളോടുകൂടെ ഈജിപ്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് വിടിവിച്ച് ചെങ്കടൽ കടർത്തി മരുഭൂമിയിൽ ആക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമെന്നുള്ളത് പ്രൈസ് ദി ലോർഡ് ഈ ജനത്തെ മരുഭൂമിയിൽ ചില സമയങ്ങൾ സൂക്ഷിച്ച് മിസ്രയീമിലായിരുന്ന അവരെ ചെത്തുവെടിപ്പാക്കി കനാൻ ദേശത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്ലാനും പദ്ധതിയും ദൈവം മനസ്സിലാക്കി ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ജനത്തെ ദൈവം നയിക്കുവാൻ
ദൈവം ലീഡർഷിപ്പിനായി മോശയും അതുപോലെ തന്നെ മോശയോട് ചേർന്ന് മോശ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു സഹായിയെ അഹറോനെയൊക്കെ ദൈവം നൽകുന്നു. അപ്പോൾ ജനം മരുഭൂമിയിലായിരിക്കുകയാണ്. ഇവർ മരുഭൂമിയിൽ എത്തിയെങ്കിലും ഇവിടെ ഹൃദയത്തിനൊരു പരിച്ഛേദന ഉണ്ടായില്ല, ഇവിടെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടായില്ല. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ മത്സരികളായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ദൈവം മരുഭൂമിയിൽ ഈ ജനത്തെ കൊണ്ടുവന്നപ്പോൾ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഒരു വേർപാടുള്ള ഒരു ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതം ആചരിച്ച് ദൈവത്തെ ആരാധിച്ച് അതിനകത്തുനിന്ന് ഒരു ശോധന കഴിച്ച് പുറത്തു കൊണ്ടുവന്ന് ആമേൻ ആളുകളെ കനാനിലെത്തിക്കുക, പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവർ മിസ്രൈമിൽ നിന്ന് ഈ മരുഭൂമിയിൽ വന്നെങ്കിലും ചെങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിൽ വന്നെങ്കിലും അവർക്കൊരു ഹൃദയപരിച്ഛേദന ഇല്ലാത്തവരായിരുന്നു. ഹൃദയത്തിനകത്തൊരു മാറ്റമില്ല, മത്സരികളായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടും ദൈവത്തിന്റെ ശുശ്രൂഷകരോടും ദൈവത്തിന്റെ വചനങ്ങളോടും അത്യുന്നതന്റെ ആലോചനയോടും ദൈവം ആമേൻ ചെയ്ത ഓരോ പ്രവൃത്തികൾക്ക് നേരെയും വെല്ലുവിളിയും ചോദ്യങ്ങളുമായി മത്സര ബുദ്ധിയോടുകൂടെ നിന്ന ഒരു കൂട്ടം ജനമാണ് ഇസ്രായേൽ ജനം. ഇവർ മത്സരികളായി തീർന്നു. മത്സരികളെന്ന് മാത്രമല്ല, അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. എപ്പോഴും കഠിനതയുള്ളൊരു ഹൃദയം, ഒരു ഒരുക്കമില്ല, ഒരു താഴ്മയില്ല, ഹൃദയത്തിനൊരു അലിവില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു മാർദ്ദളമായ ഒരു അനുഭവമില്ല, മാംസളമായ ഒരു അനുഭവമില്ല. നമുക്കറിയാം ആമേൻ എഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് കല്ലായിട്ടുള്ള ഹൃദയത്തിലേക്ക് നിർമ്മല ജലം ഒഴിച്ച് ആ കല്ലായിട്ടുള്ള ഹൃദയത്തെ മാംസളമാക്കി തീർത്ത് അതിനുശേഷം ഒരു പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിനെ എല്ലാം കൊടുത്ത് ആമേൻ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെങ്കിൽ മത്സരികളായി കഠിനപ്പെട്ട് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അതൊക്കെ അതിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കഠിനമായി തീരുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഹൃദയപരിച്ഛേദനയില്ലാത്ത ജീവിതങ്ങളായിരുന്നു ഇസ്രായേൽ ജനം. പ്രൈസ് ദി ലോർഡ്. അവര് മത്സരിക്കുകയും കഠിന ഹൃദയമുള്ളവരായി തീരുകയും മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ പരീക്ഷിക്കുന്നവരായി, ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോത്തിലും പരീക്ഷകൾ ദൈവം വളരെ മനോഹരമായി, അത്ഭുതകരമായി, വളരെ ബ്യൂട്ടിഫുള്ളായി അവരെ കൊണ്ടുവന്ന് നടത്തി. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ദൈവം നടത്തിയ എത്ര നല്ല വഴികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഒന്നുമില്ലാത്ത ശൂന്യ സ്ഥലത്ത് ഒന്നിനും കുറവില്ലാതെ ദൈവം അവരെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവരെ കൊണ്ടിരുന്ന സമയത്ത് അഗ്നിമേഘ സ്തംഭത്തിൽ ആമേൻ പകൽ സൂര്യന്റെ ചൂടടിക്കാതെ മേഘസ്തംഭവും രാത്രി ഇരുട്ടിൽ വെളിച്ചമായി അഗ്നിസ്തംഭവും അതിൽ ദൈവം വസിച്ചുകൊണ്ട് ഇവർക്ക് മുമ്പായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൂടാതെ മരുഭൂമിയിലായിരിക്കുന്ന ജനത്തിന് ദൈനംദിനം ഓരോ പ്രഭാതത്തിലും മന്ന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർക്ക് ഉറവകൾ, പാറയിലെ വെള്ളം. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ആഴിയുടെ ഉറവോ ആമേൻ മഴയോ ഇല്ലാതെ വെട്ടിയ വെറും ആമേൻ പ്രൈസ് ദി ലോർഡ് പൊട്ടക്കുഴിക്കകത്ത് വെള്ളം നദി പോലെ ഒഴുക്കിക്കൊടുത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. കാലിലെ ചെരുപ്പ് ആമേൻ തേഞ്ഞു പോകാതെ, ഇട്ടിരിക്കുന്ന വസ്ത്രം ജീർണിക്കാതെ, പ്രൈസ് ദി ലോർഡ് എല്ലാ രീതിയിലും ദൈവം ഏറ്റവും മനോഹരമായി അവരെ ആമേൻ നടത്തുകയാണ്. അവർക്ക് വേണ്ടതെല്ലാം നൽകുകയാണ്. എങ്കിലും അവര് അഹങ്കാരികളായി, മത്സരികളായി, പ്രൈസ് ദി ലോർഡ് ദൈവത്തിനെതിരായി പരീക്ഷിക്കുന്നവരായി, ദൈവത്തിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നവരായി, ശോധന കഴിക്കുന്നവരായി, ദൈവത്തെ ആമേൻ പല രീതിയിൽ വേദനിപ്പിക്കുന്നവരായിട്ടാണ് നമുക്ക് അവരുടെ ജീവിതം കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നുള്ള വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന നാം അന്നവരായിരുന്നു ഒരു മരുഭൂമി പോലുള്ള കണ്ണിന്റെ മുമ്പിലെ ഒരു ആമേൻ ഭൂഭാഗം അല്ല, അവിടെയല്ല നമ്മളായിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ മരുഭൂമി എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ ചെങ്കടൽ കടർന്ന് ഒരു മറ്റൊരു സ്ഥലത്ത് മിസ്രൈമിൽ നിന്ന് ചെങ്കടലുമായി ചെങ്കലിട്ടുകൊണ്ട് രണ്ടായി വേർതിരിക്കുന്ന ഒരു അനുഭവം. ചെങ്കടൽ നടുക്കും, മിസ്രൈം ഒരു വശത്ത്, വേറൊരു വശത്ത് മരുഭൂമി.
പ്രൈസ് ലോർഡ്. ഇത് ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുത്തി ആമേൻ ദൈവകൽപ്പനയാകുന്ന സ്നാനം കൊടുത്തുകൊണ്ട് വേർപാടും വിശുദ്ധിയുമുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ആക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവർ ഈ മരുഭൂമിയിൽ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ദൈവപൈതലായി തീർന്നു. പ്രൈസ് ലോർഡ്. യഥാർത്ഥ ഒരു ദൈവപൈതൽ, ഹല്ലേലൂയ. ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവരെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന ജനത്തെ അവിടെ ഒന്ന് ശുദ്ധീകരിച്ച്, അവിടെ ഒന്ന് ഒരുക്കി, അവിടെ ദൈവത്തെ ആരാധിപ്പാൻ പഠിപ്പിച്ച്, ദൈവത്തെ ആരാധിച്ചിട്ട് നല്ലൊരു പ്രാക്ടീസ്, നല്ലൊരു അനുഭവം ഉണ്ടായിട്ട് അവരെ പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. പ്രൈസ് ലോർഡ്. നമ്മളും ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ വിശുദ്ധിയിലും വേർപാടിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും നിന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ നിത്യകനാനാകുന്ന ആ പ്രോമിസ് ലാൻഡിലേക്ക് കർത്താവ് എന്ന് നമ്മളെ കൊണ്ടാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടെ ഇസ്രായേൽ ജനം മത്സരിച്ചു, അവിടെ ഇസ്രായേൽ ജനം പരീക്ഷിച്ചു ദൈവത്തെ, അവിടെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, വചനത്തിന് നേരെ ചോദ്യം ചെയ്തു. പ്രൈസ് ലോർഡ്. എന്നാൽ ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ നടന്ന അനേക ആളുകളുടെ ജീവിതം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരുടെ വിശ്വാസ ജീവിതം നയിച്ചത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവരെങ്ങനെയാണ് കഴിഞ്ഞ കാല ജീവിതം നയിച്ചത്? എബ്രായലേഖനം പറയുന്നു, അവരുടെ ജീവാവസാനം ഓർത്തവരെ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം എത്രമാത്രം ക്രിസ്തുവിൽ വിജയപ്രദമായി തീർന്നു എന്നുള്ളത് അവരുടെ അവസാന നിമിഷത്തെ ആ പോയിന്റിൽ, ആ ലാസ്റ്റ് ബ്രത്തിന് മുമ്പായി, ആമേൻ ഹല്ലേലൂയ, അവരെങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിന്റെ കണക്കനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ നിത്യതയുടെ ആമേൻ ഉറപ്പ്. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയാം, സ്നാനപ്പെട്ടെന്ന് പറയാം, കർത്താവിനെ പിൻപറ്റിയെന്ന് പറയാം, പിന്നെ കുറെ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും വഴിക്ക് പോയി കർത്താവിനെ വിട്ട് കർത്താവിന് ഇഷ്ടമില്ലാത്ത രീതിയിലായി മത്സരിച്ചും കഠിനപ്പെട്ടും അവിശ്വസിച്ചും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആമേൻ നമ്മുടെ സാൽവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധി ഇല്ല എന്ന് പറയുന്നത് പോലെ ഏത് നിമിഷത്തിലും കർത്താവിലായിരിക്കുകയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുക. കുറവുകളും ന്യൂനതകളും അപാകതകളും തകരാറുകളും ഒക്കെ ആമേൻ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെങ്കിൽ ഓരോ നിമിഷവും നമ്മുടെ കുറവുകളെ കണ്ടുണർന്ന് ശുദ്ധീകരിച്ച് താഴ്മയോടെ വിനയത്തോടെ അനുസരണമുള്ളവരായി, അനുസരണക്കേടിന് പകരം അനുസരണവും പരീക്ഷയ്ക്ക് പകരം ദൈവത്തെ പരീക്ഷിക്കാതെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചുകൊണ്ട് മത്സരിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? താഴ്മ ധരിച്ച് കീഴ്വണങ്ങി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ഇഷ്ടപ്രകാരം ദൈവം എന്തു പറഞ്ഞാലും അത് അനുസരിച്ചുകൊണ്ട് മത്സരബുദ്ധിയോടെയല്ല, കഠിന ഹൃദയത്തോടെയല്ല, ആമേൻ ദൈവത്തിന് ഇഷ്ടമാവണ്ണം ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ആമേൻ അതേ ഫറവോനോട് പറയുന്നത് മരുഭൂമിയിൽ എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രത്യേക പരിപാടി എന്ന് പറയുന്നത് ജനത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും എന്നാൽ ജനം ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ദൈവവും ജനം ദൈവത്തിന്റെ സൃഷ്ടികളുമാണ്. സൃഷ്ടികൾ സൃഷ്ടിതാവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഈ ജനം ഇസ്രായേലിൽ കടന്നാൽ സമ്മിശ്രിതമായ ഒരു ജീവിതമായിരിക്കും അവിടെ നയിക്കുന്നത്. അവിടെ അവർക്ക് ആരാധിക്കുവാൻ സാധിക്കുകയില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ ലോകത്തിലായിരിക്കും, ഫറവോന്റെ അടിമത്തത്തിലായിരിക്കും, ഇരുണ്ട അനുഭവത്തിലായിരിക്കും. അവരുടെ ഹൃദയങ്ങൾ എവിടെയോ താളം തെറ്റിക്കിടക്കുന്ന അനുഭവമായിരിക്കും. എന്നാൽ അവരെ വേർതിരിച്ച് ദൈവം വിശുദ്ധിയോടെ വേർപാടോടെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് അവിടെ ദൈവത്തെ ആരാധിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായി മരുഭൂമിയിൽ വെച്ച് 1-on-1 അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവമായിട്ടൊരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ്. ഇതിനകത്ത് ഫറവോന്യ ശക്തികളോ ഫറവോന്യ മിസ്രൈമ്യരോ ആരുമില്ല. ഇടകലർന്ന ഒരു ജീവിതമല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം പോലെ ഇസ്രായേൽ ജനത്തെ മാത്രം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ആക്കി നിർത്തി അവരെ ദൈവമായി തന്റെ ജനമായി അംഗീകരിച്ച് ദൈവമായി നല്ലൊരു സ്നേഹബന്ധം അവരെ ആക്കി അവരെ അവിടെ നിർത്തി അവരെ ഒന്ന് ഒരുക്കിയെടുത്ത് കനാനിലെത്തിക്കുക. ഇതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ പ്ലാൻ അനുസരിച്ച് ദൈവം അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടും അവരുടെ ഹൃദയം മിസ്രൈമിൽ എങ്ങനെയായിരുന്നു അതുപോലെ അവരുടെ ഹൃദയം, അവരുടെ ചിന്തകൾ അവിടുത്തെ ചിന്ത, അവരുടെ ആഹാരം അതിനെക്കുറിച്ചുള്ള ചിന്ത, അവർക്ക് ദൈവമോ മുമ്പിലുള്ള കനാനോ ഒന്നുമല്ലായിരുന്നു വിഷയം. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് 3 ദിവസത്തെ വഴിദൂരമെന്നും അല്ലെങ്കിൽ 11 ദിവസത്തെ വഴിദൂരമെന്നും കനാനിലെത്തുവാൻ ദൈവം കണ്ടപ്പോൾ
പ്രൈസ് ദി ലോർഡ്. അവരുടെ യാത്ര വഴി ഉഴത്തിക്കൊണ്ട് ദൈവം 40 സംവത്സരമാക്കി മാറ്റി. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് അവിടെ എത്തുവാൻ ദൈവം ഉദ്ദേശിച്ച ഈ ഷോർട്ട് പീരിയഡ്, ഈ ടൈമില് അവരെ എത്തിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു ഹൃദയപരിച്ഛേദനയോ, അവർക്കൊരു അനുസരണമോ, താഴ്മയോ, രൂപാന്തരമോ, ഒരു ട്രാൻസ്ഫോർമേഷനോ ഒന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ കൊണ്ടുപോകും? പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി അവർക്ക് അവരുടെ അനുസരണക്കേട് നിമിത്തവും, അവരുടെ അവിശ്വാസ നിമിത്തവും, അവരുടെ കഠിന ഹൃദയ നിമിത്തവും, കൊരിന്ത്യ ലേഖനത്തിലാണെങ്കിൽ പറയുന്നത് അവരുടെ ദുർമോഹം, അവരുടെ വിഗ്രഹാരാധന, അവരുടെ പരസംഗം, അവരുടെ പരീക്ഷ, അവരുടെ പിറുവിറുപ്പ്, ദൈവത്തിനെതിരായി അവർ പ്രവർത്തിച്ച് നിന്നതിന്റെ ഫലമായി ദൈവത്തിന് അവരിൽ പ്രസാദിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ അവരെ തള്ളിയിടുകയായിരുന്നു. എന്താ ദൈവം ആഗ്രഹിച്ചത്? കനാനിലേക്ക് ഒരു ഇടയൻ നടത്തി കൊണ്ടുപോകുന്നത് പോലെ ദൈവം ഇടയനായി നിന്നുകൊണ്ട് നടത്തി കനാനിൽ എത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവര് ദൈവത്തിന്റെ ആ താല്പര്യത്തെ തടുക്കുന്ന സ്വഭാവങ്ങൾ അവരിലുണ്ടാകുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയായി തീർന്നു. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ചെറിയൊരു സമയം കൊണ്ട് കനാലിൽ എത്തിക്കുവാൻ ആഗ്രഹിച്ച ആ ദൈവത്തിന് 40 വർഷം അവരെ നടത്തുവാൻ തീരുമാനിക്കേണ്ടി വന്നു. എന്താ കാര്യം? അനുസരണക്കേട്, അവിശ്വാസം, ഹൃദയകാഠിന്യത, മത്സരം, ഇതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ അനുദിന ജീവിതത്തിനൊന്ന് ചിന്തിച്ചു നോക്കി. ചെറിയ സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ 11 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ എത്രയും ആയിക്കൊള്ളട്ടെ, ഇത്രയും ദിവസം കൊണ്ട് കനാനിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം ആ വഴി, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ദൈവം റൂട്ട് തെറ്റാതെ അവിടെ എത്തിച്ചേനെ. രൂത്തിനെ ഭാഗ്യവശാൽ അവളെ ബോവസിന്റെ വയലിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂത്തിന്റെ കാൽപാദങ്ങൾ, കാൽച്ചുവടുകളിൽ ദൈവം സ്റ്റെപ്പുകൾ വെപ്പിച്ച് അവളെ ബോവസിന്റെ വയലിൽ എത്തിച്ചതാണ്. കാരണം അവൾ ഇസ്രായേലിന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ നീ ദൈവത്തിൽ ആശ്രയിച്ച് സ്റ്റെപ്പുകൾ വെച്ച് പോകുമ്പോൾ നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത്, സമയത്ത് ദൈവം എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ജനത്തെ ഇത്ര തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് കനാനിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു നല്ല രൂപാന്തരം ഉണ്ടാകണമായിരുന്നു. ഇവര് മനസ്സിലാക്കണമായിരുന്നു, അയ്യോ, ഞങ്ങളെ ദൈവം ഇവിടുന്ന് വെടിവെച്ച് കൊണ്ടുവന്ന് ഞങ്ങൾക്കിനി പഴയ ഒരു ജീവിതമല്ല, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ഞങ്ങളിനി പഴയ സ്വഭാവമല്ല, പുതിയ സ്വഭാവം, ഒരു പുതിയ സൃഷ്ടിയെ പോലെ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന റോമാലേഖനം പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിച്ച് താഴ്മയോടെ ദൈവത്തെ സ്നേഹിച്ച് എന്ത് ദൈവം പറഞ്ഞാലും ഞങ്ങളൊരു വ്യത്യസ്ത ജീവിതങ്ങളായി ഞങ്ങൾ ഈ 11 ദിവസം കൊണ്ടോ ഈ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ടോ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തി ദൈവം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആ കനാലിൽ, ആ പ്രോമിസ് ലാൻഡിൽ എത്രയും പെട്ടെന്ന് എത്തണം. അതിനുവേണ്ടി ഏറ്റവും താഴ്മ ധരിക്കേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ അവർക്കതില്ലാതെ പോയി. അവരുടെ ചിന്ത പ്രോമിസ് ലാൻഡ് അല്ലായിരുന്നു, അവരുടെ ചിന്ത പുറകോട്ടായിരുന്നു. നോ ടേണിംഗ് ബാക്ക് എന്ന് നമ്മൾ പാടുമ്പോൾ അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കി. മിസ്രൈമിലെ എല്ലാ കാര്യങ്ങളുമായിരുന്നു അവരുടെ മനസ്സ് മുഴുവൻ കൊതിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെറിയ സമയത്തെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാനുള്ള ആ ഒരു അവരുടെ പ്രോമിസിനെ 40 വർഷം ദൈവം നീട്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു കാര്യം അറിയേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില വിടുതലുകളും അനുഗ്രഹങ്ങളും ചില നിമിഷങ്ങൾക്കുള്ളിൽ തരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചില ദുർസ്വഭാവമുള്ളവരായി മാറിക്കഴിഞ്ഞാൽ അത് കാലതാമസങ്ങൾ എടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിക്കുവാനുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ അല്ല, നമ്മളുടെ ഒരു ജീവിതത്തിലെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശ പദ്ധതി ദൈവം നിറവേറ്റി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ആ പ്രോമിസസ് നമ്മുടെ കയ്യിൽ എത്തിക്കുവാൻ ദൈവം സമയം കുറിക്കുമ്പോൾ നമ്മൾ അനുസരണക്കേടും ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം തന്നെ നീട്ടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇനി അടുത്തൊരു കാര്യം, ദൈവം ചില കാലയളവ് കഴിഞ്ഞിട്ട് നമുക്ക് തരാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ചില പ്രോമിസസ് നമ്മൾ ദൈവത്തിന് ഇഷ്ടമാവണ്ണം ജീവിച്ച് ദൈവത്തെ അനുസരിച്ചും മാനിച്ചും മഹത്വപ്പെടുത്തിയും സ്തുതിച്ചും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥയോടെ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിന്ന് കഴിയുമ്പോൾ ദീർഘമായ നാളുകൾ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവം സമയം ചുരുക്കി നേരത്തെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും.
പ്രൈസ് ദി ലോർഡ്. ഞാനിത് നമ്മളിത് വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ചിലത് നമ്മുടെ ജീവിതത്തിലെ കുറവ് കൊണ്ട് സമയം ദീർഘിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനെ താഴ്മയോടെ ദൈവത്തെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിച്ചനുസരിച്ച് നമ്മൾ മത്സരമൊന്നും കാണിക്കാതെ ഹൃദയം കഠിനപ്പെടാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അങ്ങോട്ട് സമർപ്പിച്ച് ഈൽഡ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചില സമയത്തിന് ഉള്ളിൽ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നത് പോലും എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കും, ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തിന് കനാനിൽ എത്തുക എന്നുള്ളതായിരുന്നു, സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അല്ലാതെ ദൈവം ആ മരുഭൂമിയിൽ തള്ളിയിടാനോ ആ മരുഭൂമിയിൽ പട്ടുപോകാനോ ഒന്നും ആഗ്രഹിച്ചല്ല അവരെ കൊണ്ടുപോയത്. ഒരിക്കലും അങ്ങനെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഒരിക്കലും ഒരിക്കലും നമ്മളെല്ലാവരും ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ചില തകർച്ചകളുടെ പുറകിൽ ചില രഹസ്യങ്ങൾ നമ്മുടെ ചില കുറവുകളുടെ ചില ഭാഗങ്ങളിൽ കണ്ടെന്നു വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ കുറവാകണമെന്നില്ല. അത് ചില ശോധനകളായിരിക്കാം, കഷ്ടങ്ങളായിരിക്കാം, ചില അറ്റാക്കുകളായിരിക്കാം. എന്താണെങ്കിലും എല്ലാം സകലതും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. എന്നാൽ ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഇടുമ്പോൾ അതിന് നമ്മൾ വിധേയപ്പെട്ടു കൊടുത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മുടെ ഹൃദയം സമർപ്പിച്ചു കൊടുത്ത് ദൈവം പറയുന്ന അതേ റൂട്ടിൽ അതേ ആഗ്രഹപ്രകാരം നമ്മൾ പോയാൽ, ദൈവത്തെ സ്നേഹിച്ചനുസരിച്ച് പോയാൽ, ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. അതിലൂടെ ദൈവം മഹത്വം എടുക്കും. ദൈവം നമ്മളെ പ്രസാദിക്കും. ദൈവം നമ്മളെ സന്തോഷിക്കുവാനിടയായി തീരും. നമുക്ക് വെച്ചിരിക്കുന്ന പ്രോമിസ് ആൻഡ് പ്രോമിസസ് ആൻഡ് പ്രോമിസ് ലാൻഡ്, പ്രൈസ് ദി ലോർഡ്, അത് നമുക്ക് ഹല്ലേലൂയ ലഭിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ വിഷയം ഹല്ലേലൂയ എന്താണ് നമ്മൾ വായിക്കുന്നത്? ദൈവത്തിന് ആ തലമുറയോട് നീരസമുണ്ടാകുകയാണ്. കാരണം അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. ഒരു തെറ്റ് വന്ന്, 2 തെറ്റ് വന്ന്, 3 തെറ്റ് വന്ന് ദൈവം അതിനെ തിരുത്തുമ്പോൾ, ആ കുറവുകൾ കണ്ട് ദൈവം ക്ഷമിക്കുകയും ദൈവം നേർവഴിക്ക് നടത്തുകയും ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം, മാറ്റമില്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമകളായി അവർ ജീവിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകണം, രൂപാന്തരമുണ്ടാകണം. ആമേൻ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ക്ഷമിക്കാവുന്നതിന് ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. നമ്മളെക്കാൾ വലിയ നമ്മുടെ ആയുസിനേക്കാൾ നിത്യതേക്കാൾ ഒക്കെ വലിയതാണ് ദൈവത്തിന്റെ ക്ഷമയെന്ന് പറയുന്നത്. അതാണ് ദീർഘക്ഷമ. പക്ഷെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരാകാതെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കാം. ദൈവസന്നിധിയിൽ ഹൃദയത്തെ താഴ്ത്തി കൊടുക്കാം. ദൈവത്തിന്റെ മുമ്പാകെ തെറ്റിപ്പോകുവാനല്ല, ദൈവത്തിന്റെ മുമ്പാകെ നേർവഴിക്ക് പോകുവാൻ, സകല സത്യത്തിന് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വിധേയപ്പെട്ട് അനുസരിച്ച് കീഴടങ്ങി മുമ്പോട്ട് പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ യേശുവിന്റെ വഴിയായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. യേശുവിന്റെ വഴിയെ നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ കനാൻ ദേശം എന്ന് പറയുന്ന ആ പ്രോമിസ് ലാൻഡ് ചിലർക്ക് നഷ്ടമായെങ്കിലും ഇന്ന് രാത്രിയിൽ നിത്യകനാൻ, സ്വർഗീയ ആ സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ കൂടെ നമ്മളെ അവിടെ എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരിക്കലും അത് നഷ്ടമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇസ്രായേൽ ജനം വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അവരും കണ്ടു അത്ഭുതങ്ങൾ, ആ മിസ്രൈമിൽ നടന്ന അത്ഭുതങ്ങൾ. ഈ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അത്ഭുതങ്ങളിലും അവിടെ പാർത്തിരുന്നവർക്കൊക്കെ വലിയ ദുരിതങ്ങളും കഷ്ടങ്ങളും ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ 9 അത്ഭുതവും 10ാമത്തെ അത്ഭുതമായ കടിഞ്ഞൂൽ സംഹാരവും, പ്രൈസ് ദി ലോർഡ്, ഇതിലൂടെയൊക്കെയാണ് ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നത്. ഈ സമയത്ത് ഒരു പ്രത്യേക ഫെൻസ് ഇട്ട് ഒരു മതിൽക്കെട്ടിനുള്ളിൽ സൂക്ഷിച്ചതുപോലെ ഓരോ ഇസ്രായേൽ ഭവനത്തെയും ദൈവമക്കളെയും അവിടെ ദൈവം സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവരെ സൂക്ഷിച്ച്, അവരെ ഭദ്രമായി സൂക്ഷിച്ച് ദൈവം അവരെ കൊണ്ടുവന്നത്, ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ച് എല്ലാം കൊണ്ടുവന്നത് വളരെ ഇതായിട്ടാണ് കൊണ്ടുവന്നത്. അവരെ ചെങ്കടൽ കടത്തിയത് വളരെ ഇതാണ്. ഫറവോനും സൈന്യവും വന്നപ്പോൾ എത്ര അത്ഭുതകരമായി, എത്ര ഏറ്റവും നല്ല ഒരു ഡെലിവറൻസ് ആണ് അവിടെ യുദ്ധം ചെയ്തത്. ഫറവോനും സൈന്യമൊക്കെ വന്നെങ്കിലും ഒറ്റ ഒരാളിനെ പോലും തൊടാൻ അനുവദിക്കാതെ എല്ലാവരെയും അക്കരെ കടത്തുകയും ഫറവോനും സൈന്യത്തെ ചെങ്കടലിൽ മുക്കുകയൊക്കെ ചെയ്തു. ഈയം പോലെ അവർ താണു. അവിടെ രഥചക്രങ്ങൾ തെറ്റി, ഫറവോനും സൈന്യവും വെള്ളത്തിൽ മുങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹല്ലേലൂയ ദൂതൻ അവിടെ ഇടയ്ക്ക് നിന്നു. ദൈവത്തിന് സ്തോത്രം.
ആമേൻ, ഇസ്രായേൽ ജനത്തെ തൊടാതെ വണ്ണം, ഫറവോനും സൈന്യം തൊടാതെ വണ്ണം ദൈവം അതാ നോക്കൂ അവർക്ക് നേരെ യുദ്ധം ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അവരെ ചെങ്കടൽ കടത്തി മരുഭൂമി കൊണ്ടുവന്നു വളരെ പ്രതീക്ഷയോടുകൂടെ മന്നയും പാറയിലെ വെള്ളവും ഒക്കെ കൊടുത്ത് അവരെ നടത്തി, അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി, അവർക്ക് കൽപ്പനകൾ കൊടുത്ത്, നമുക്കറിയാം ഇതെല്ലാം കൊടുത്ത് ദൈവം അവരെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള 20 വയസ്സിന് താഴെയുള്ളവരും യോശുവയും കാലേബും അല്ലാതെ ആരും കനാൻ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. നമ്മൾ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ. ഇറങ്ങി വന്നു, മരുഭൂമിയിലായിരുന്നു, ഇത്രയും കാലം അവിടെ ജീവിച്ചു, വലിയ യുദ്ധങ്ങൾ, എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്താണ് ഇവിടെ വന്നത്. വന്നിട്ട് അവസാനം ആ കനാനിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവര് വന്നത് നിന്നത് പ്രതീക്ഷിച്ചതെല്ലാം പോയില്ലേ? ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 10-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, 11-ാമത്തെ വാക്യം, 11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. സ്തോത്രം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ ഞാൻ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അതെ, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഈ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന് 1 തൊട്ട് 10 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കന്ന് ഇസ്രായേൽ ജനത്തിന് ഉണ്ടായ സംഭവവും അവിടെ കുറവുകളും അവര് ഇറങ്ങി തിരിച്ചതും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞേച്ച് പറയുകയാണ് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. എന്നാൽ അടുത്തത് ലോകാവസാനം വന്നിട്ടിരിക്കുന്ന നമുക്കിത് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടി ഇത് പറഞ്ഞിരിക്കുന്നത്? അന്ന് മരിച്ച് മണ്ണടിഞ്ഞ് ആമേൻ അവിടെ അസ്ഥികളും മജ്ജകളും മാംസങ്ങളും എല്ലാം മണ്ണിൽ ലയിച്ച് ഒരു പൊടി പോലും ഇല്ലാതിരിക്കുമ്പോൾ ഇവരെ കുറിച്ച് വീണ്ടും എന്തിനാ ദൈവം ഇങ്ങനെ ഓർപ്പിക്കുന്നത്? ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. എന്നാൽ അടുത്തത് ഇവരെ കുറിച്ച് ഈ പറയുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ലോകാവസാനം വന്നെത്തിയിരിക്കുന്നത് നമുക്കിത് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുകയാണ്. നമ്മളിത് കണ്ടിട്ടൊരു ഗുണപാഠം. അന്ന് അവരുടെ ജീവിത രീതികളും സ്വഭാവങ്ങളും ഇങ്ങനെയായിരുന്നതുകൊണ്ട് അവർക്ക് ആ കനാൻ ദേശത്ത് വാഗ്ദത്ത നാട്ടിൽ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ദൈവം വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവജനത്തിന് ഇതൊരു പാഠമായിരിക്കട്ടെ. അന്നവർക്ക് പറ്റിയ അബദ്ധം, അന്നവർക്ക് പറ്റിയ നഷ്ടം നമുക്കുണ്ടാകാതിരിക്കാൻ ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിച്ച് ദൈവത്തിന്റെ മുമ്പിലേക്ക് വീണുകൊടുത്ത് ദൈവത്തെ അനുസരിച്ച് ആമേൻ ആ പ്രോമിസ് ലാൻഡ് കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നു, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ മടങ്ങി വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വീണ്ടും ചേർക്കേണ്ടതിന് മടങ്ങി വരുമെന്ന് പറഞ്ഞ ആ പ്രോമിസ്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തെ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും മുമ്പേ പിന്നെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രോമിസ്. കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നു, ഞാൻ മടങ്ങി വരും, പിതാവിന്റെ അമേൻ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയി മടങ്ങി വരുമെന്ന് പറഞ്ഞ ആ കർത്താവ് നമ്മളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആ കർത്താവ് ദൈവത്തിന്റെ സ്തോത്രം മടങ്ങി വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് മടങ്ങി വരികയാണ്. ആ സമയത്ത് അതെന്താണ്? ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അവർക്കത് സംഭവിച്ചു. കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ മടങ്ങി വരുമ്പോൾ നമുക്കിത് സംഭവിക്കരുത്. കാഹള ശബ്ദം കേൾക്കുമ്പോൾ നമുക്കിത് സംഭവിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ആമേൻ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ വിശ്വാസ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹിപ്പാനും ക്ഷമിക്കാനും പൊറുപ്പാനും ആമേൻ അനുസരിക്കാനും മത്സരബുദ്ധിയില്ലാതെ സ്നേഹിക്കാനും അസൂയയും പകയും വിദ്വേഷവും അങ്ങനെ അനേക കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തി എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിനെതിരായി ദൈവത്തെ അവിശ്വസിക്കുന്നത്, കഠിന ഹൃദയമുള്ളവരായിത്തീരുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നല്ലൊരു ശതമാനവും വളരെ ആത്മാർത്ഥത്തോടെ ദൈവത്തിലൂടെ നിൽക്കുമ്പോൾ
ഏതെങ്കിലും ഒരു കൂട്ടർ ആമേൻ വഴിതെറ്റി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അവർക്ക് വേണ്ടി ബുദ്ധിപദേശത്തിനായിട്ട് പറയുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം നമുക്കൊരു പാഠമായി വരച്ചു കാണിക്കുകയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൻ അവർക്കന്ന് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അത് കഴിയുന്നു. എങ്ങനെ? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്കത് കഴിയും. ആ കൃപയാൽ കഴിയും. നാം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഏൽപ്പിച്ച് രൂപാന്തരപ്പെട്ട് നാം പുതിയ സൃഷ്ടികളായി ദൈവമക്കളായി ക്രിസ്തുവിന്റെ ദിവ്യസ്വഭാവത്തിന് കൂട്ടാളികളായി കർത്താവിന്റെ വചനം അനുസരിച്ച് ഒരിക്കലും ദൈവത്തിന്റെ ആലോചനയ്ക്കെതിരായി നിൽക്കാതെ കർത്താവിനും കർത്താവിന്റെ ഇഷ്ടങ്ങൾക്കും വിധേയപ്പെട്ട് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിലും വേർപാടിൽ നിന്ന് ആ കർത്താവിന്റെ വരവിന് വേണ്ടി പോകുവാൻ ഒരുങ്ങിപ്പോകുവാൻ നാം തയ്യാറാകുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഈ ഭാഗത്ത് ആഗ്രഹിക്കുന്നത്. ഇതൊരു ബുദ്ധിപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. ആമേൻ. ദൈവത്തിന്റെ വചനം നമുക്ക് ജീവന് ചൈതന്യമുള്ളത് വിരിവായ്ത്തല മുറിച്ചുള്ള ഏതുവാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജകളെയും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ഈ വചനം നമ്മളോട് ഇന്ന് രാത്രി പറയുമ്പോൾ എവിടെയോ ഏതൊക്കെ ദിക്കിലിരുന്നു കൊണ്ട്, ഏതൊക്കെ ഭവനത്തിൽ, ഏതൊക്കെ ഫോൺലൈനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണുവാൻ കഴിയത്തില്ലെങ്കിലും ഈ വചനത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ ആമേൻ ഹല്ലേലൂയ ശരിക്ക് ആമേൻ നിങ്ങളുടെ ഹൃദയത്തെ വിവേചിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവമക്കളെ, നമുക്കൊന്നും പുകഴുവാനില്ല, നമുക്കൊന്നും പ്രശംസിപ്പാനില്ല. നമ്മളെല്ലാം ഈ താഴ്ചയുള്ള ശരീരത്തിലാണ്. അതുകൊണ്ട് ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്ന നമ്മൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി കുറവശങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇസ്രായേൽ ജനത്തിന് പറ്റിയ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ആമേൻ അതിന് വിപരീതമായ രീതിയിൽ ജീവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം തെറ്റ് കാണിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടമാമണ്ണം ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് നാം മുമ്പോട്ട് പോകുക. നമ്മൾ ഓടിയതും അധ്വാനിച്ചത് വൃഥാവ് ആയി പോകാതെ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ഒരുങ്ങി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ധാരാളം വചനങ്ങൾ ഈ പുതിയ നിയമം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എബ്രായ ലേഖന കർത്താവ് 3-4 അധ്യായത്തിൽ പ്രത്യേകിച്ച് പറയുന്ന വിഷയം എന്താണെന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ സ്വസ്ഥത, ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തീമോഥെയോസിന്റെ ലേഖനത്തിലും ആമേൻ 2 പത്രോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നത് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന്. ആമേൻ ലൂക്കോസിൽ പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ 3:16 പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഏവനും ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അന്ന് ഇസ്രായേൽ ജനം പോയതിൽ 2 പേര് കയറിയെങ്കിൽ, 20 വയസ്സിൽ താഴെയുള്ള കയറിയെങ്കിൽ, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വയസ്സും പ്രായവും കൂടാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം. യേശുവിനാൽ പിടിക്കപ്പെട്ട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ നിന്ന് അനുസരിച്ച് കൂട്ടായ്മയും അപ്പം നിറക്കുമൊക്കെ ആ അടിസ്ഥാന ഉപദേശങ്ങൾ പ്രാർത്ഥന കഴിച്ചുമൊക്കെ പോകുന്ന ദൈവമക്കൾ എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ പോകാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമം പോലെയല്ല പുതിയ നിയമം. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്പം കാര്യമായ രീതിയിൽ ഗൗരവത്തോടുകൂടെ ഈ വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കണം. അവിശ്വാസം മൂലം അവർക്ക് അവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. ഈ 3-ാം അധ്യായം പൂർത്തീകരിച്ച് ചെല്ലുമ്പോൾ പറയും അവിശ്വാസം. നമ്മൾ അവിശ്വസിക്കരുത്, ഒരു കാര്യത്തിൽ അവിശ്വസിക്കരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ഒന്നും അവിശ്വസിക്കരുത്. ദൈവത്തെയും ദൈവകാര്യങ്ങളെയും അവിശ്വസിക്കാതെ കർത്താവിന്റെ വരവെങ്കിൽ പോകുവാൻ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മളിവിടെ ഓടുന്നതും അധ്വാനിക്കുന്നതും നേടുന്നതും സമ്പാദിക്കുന്നതും എല്ലാം നല്ലതാണെങ്കിലും ഇതൊക്കെ താൽക്കാലികമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് രാവിലെ ആമേൻ ഹല്ലേലൂയ നമ്മളിങ്ങനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇനി മുഖാമുഖമായി കണ്ട് കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ നിത്യത മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ ദൈവം പലതും തരും, പല കാര്യങ്ങൾ തരും. നല്ല ജോലി, വീട്, കാര്യങ്ങള്, കാറ്, സൗകര്യങ്ങൾ, ബാങ്ക് ബാലൻസ്, നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫാമിലി, നല്ല കുഞ്ഞുങ്ങൾ, നല്ല കുടുംബജീവിതം എല്ലാം തരും. പക്ഷെ ഇതൊക്കെ എല്ലാം അതിന്റെ മായയാണ്. ഇത് അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നിനും പല പല ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും.
നമ്മുടെ ബ്യൂട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ശരീരത്തിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കും. കാലങ്ങൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് പലതിനും വ്യതിയാനങ്ങൾ സംഭവിക്കും. പക്ഷെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നാം നിൽക്കുമ്പോൾ നിത്യതയിൽ കർത്താവിനെ പോലെ നമുക്കൊരു പുതു ശരീരം തന്ന് നമ്മളെ ആ ദൈവത്തോടുകൂടെ എന്നെന്നും വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവമക്കളായ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ താഴ്മയോടെ ശുദ്ധീകരണം പ്രാപിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ വായിച്ചത് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നമ്മൾ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നമ്മൾ മുമ്പോട്ട് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. കർത്താവിന്റെ പിന്നാലെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒരു രോഗസൗഖ്യമോ, ഇവിടെ കുറെ കാര്യങ്ങൾ നേടുവാനോ, ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുവാനോ, ചില വിടുതലുകളൊക്കെ കിട്ടുവാനോ, അതൊക്കെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല, നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊന്നുമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ കണക്കുകൂട്ടി പോകുന്നതാണ്. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്താണ്? ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ, ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഗൾഫിൽ നിന്നൊക്കെ കല്യാണം കഴിച്ച്, നാട്ടിൽ ചെന്ന് കല്യാണം കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞ് ഫയലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഭാര്യ വരുന്നത് നോക്കി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇടയ്ക്ക് കുറച്ച് പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാരിയോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ അയച്ചു കൊടുത്താൽ അതൊക്കെ എന്താണ്? ഇതുകൊണ്ട് തൃപ്തിപ്പെട്ട ഭാര്യ നിൽക്കുകയാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ അവിടെ തൽക്കാലം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഏറ്റവും താല്പര്യം എന്ന് പറയുന്നത് ആ പ്രിയ ആ ഭർത്താവിന്റെ അരികിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ചിലതൊക്കെ ദൈവം നമുക്ക് തരുന്നു. എന്നാൽ ഇവിടെ ഇതുകൊണ്ട് കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് നമ്മളെ അവിടെ എത്തിക്കുക, ആ പ്രാണപ്രിയനോടുകൂടെ നിത്യതയിൽ വസിക്കുക, അസ്വസ്ഥതയിൽ പ്രവേശിക്കുക, എത്തുക. ഒരാളെ പോലും ദൈവം കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. പക്ഷെങ്കിൽ നമ്മൾ അനുസരണക്കേടും അവിശ്വാസവും ഇതൊന്നും ഉണ്ടാകാതെ ജീവിക്കാൻ തയ്യാറായി മുമ്പോട്ട് പോകുക. ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ച് ആ രക്തം കൊണ്ട് വീണ്ടെടുത്തെങ്കിൽ ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട് ദൈവമക്കളെ. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ്, ഇസ്രായേൽ ജനം മത്സരിച്ചതുപോലെയോ പിറുപിറുത്തതുപോലെയോ അവർ ചെയ്ത അനേക കുറ്റങ്ങൾ കൊരിന്ത്യർ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ, പുറപ്പാട് തൊട്ട് ആവർത്തനം വരെ വായിക്കുമ്പോഴും മറ്റുള്ള പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വായിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ വഴിതെറ്റിപ്പോയ അനുഭവങ്ങൾ, അന്യദൈവങ്ങളിലേക്ക് പോയ അനുഭവങ്ങൾ, വിഗ്രഹങ്ങളിലേക്ക് പോയ അനുഭവങ്ങൾ, അന്യാരാധനയിലേക്ക് പോയത്, അന്യാഗ്നി കത്തിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു. നോക്കൂ, അവരെവിടം വരെ തെറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്കൊരു അതിരിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. ഉപദേശമാകുന്ന ആ മതിലിനകത്ത് നിൽക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോവുക. നമ്മുടെ ശ്രദ്ധ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. നമ്മുടെ ഹൃദയം നിറയെ ദൈവത്തിന്റെ ഓർമ്മകൾ ഹല്ലേലൂയ ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയം നിറയെ ദൈവത്തിന് ഹല്ലേലൂയ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുള്ള ആശയങ്ങളും ചിന്തകളും ആയിരിക്കുക. നമ്മുടെ ഓരോ ദിവസവും അടുത്ത പ്രഭാതം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്റെ കർത്താവിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുവാൻ അതിനു വേണ്ടിയിട്ടായിരിക്കണം രാത്രി ചിന്തിച്ചു കിടക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും പറഞ്ഞു, അത് ചെയ്തു, ഇത് ചെയ്തു, അവർക്ക് നാളെ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള വിചാരത്തിലല്ല. ചെയ്തവർ ചെയ്യട്ടെ, പറഞ്ഞവർ പറയട്ടെ, മറുപടി പറയുന്നൊരു ദൈവം, പ്രതികാരം എനിക്കുള്ളതെന്ന് പറയുന്നൊരു ദൈവം, അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. പക്ഷെങ്കിൽ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിക്കുവാൻ, കർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുവാൻ നാം തയ്യാറായി മുമ്പോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ സ്വസ്ഥത, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യനാട് ഒരിക്കലും നഷ്ടമാകത്തില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, ആ യൂദയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല എന്ന്. കർത്താവ് ഒരിക്കലും വേറെ ആരെക്കുറിച്ച് അത് പറഞ്ഞിട്ടില്ല. അത്ര വേദനയോടുകൂടെ ഒറ്റിക്കൊടുത്തവൻ, കൂടെ നിന്ന് കുടിച്ച് തിന്നു നിന്നവൻ, ഒറ്റിക്കൊടുത്ത് ചതിച്ച് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ഇതെല്ലാം സംഭവിക്കേണ്ടതാണെങ്കിലും ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ കർത്താവ് പറയുന്നു, വേദനയോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ,
നമ്മൾ ഹല്ലേലൂയ ആര് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്നാണ് കാഹള ശബ്ദം കേൾക്കുന്നതെന്ന്, എന്നാണ് മരണത്തിന്റെ നാഥൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. എത്ര പേരാണ് ഓരോ നിമിഷവും മരിക്കുന്നത്. എവിടെയെല്ലാം നോക്കിയാലും ആമേൻ, നല്ല നല്ല ഭാഷമാര് മരിക്കുന്നു, നല്ല നല്ല വിശ്വാസികൾ മരിക്കുന്നു, കൈയും കണക്കുമില്ലാതെ ആളുകൾ മരിക്കുന്നു, കടന്നു പോകുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എത്ര കാലം കൂടെ നമ്മളുണ്ട്? ചിന്തിക്കൂ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരേ ഒരു ജീവിതമേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ജീവിതം ഈ ഭൂമിയിലില്ല. ഒരാൾ മരിച്ചാൽ അതോടുകൂടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ നമുക്ക് കർത്താവിനെ പിൻപറ്റാം. ആ കർത്താവിന്റെ നിത്യതയിൽ കർത്താവ് വരുമ്പോൾ കർത്താവിനോടുകൂടെ ഇവിടുന്ന് ആ വാനമേഘങ്ങളിൽ ആമേൻ ആ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് സ്നേഹിച്ച് പോകാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രാർത്ഥനകൾ, ആമേൻ, വചനധ്യാനം, ദൈവസ്നേഹം, നന്മ പ്രവൃത്തികൾ ഒന്നും കുറഞ്ഞു പോകാതെ നമുക്ക് സ്വയം താഴാം. നമ്മൾ ഉപദ്രവിക്കുന്നവരായിട്ടല്ല, ഉപദ്രവിക്കങ്ങൾ ഏൽക്കുന്നവരായി തീർന്നാലും നമുക്ക് വേണ്ടി ഒരു കവറിങ്, ഒരു പ്രൊട്ടക്ഷൻ, ആ ചിറക് ആമേൻ നമുക്ക് വേണ്ടി വിരിച്ചിട്ടുണ്ട്. ആ ഭദ്രമായ ചിറങ്കീഴിൽ നമുക്ക് അമർന്നിരിക്കാം, താഴ്ന്നിരിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. പിതാപുത്രൻ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ മുമ്പിൽ സ്നേഹത്തോടെ നമുക്ക് അടുത്തെല്ലാം. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇത് രാത്രികാല ഐശ്വര്യമായി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ വചനത്തിലൂടെ അനുഗ്രഹിച്ചല്ലോ. വചനത്തിന്റെ വാതിൽ ദൈവഭക്തന് ദൈവം തുറന്നു കൊടുത്തുവല്ലോ. ഹല്ലേലൂയ. വചന ശുശ്രൂഷ എന്ന് പറയുന്നത് പൊരുൾ തിരിച്ച് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. രാത്രികാലം പരിശുദ്ധാത്മ നിയോഗത്താൽ അല്ലെങ്കിൽ നല്ല നിശ്ചയത്തോട് ലേഖനത്തിൽ കൂടെ ഹാലിലെ മറ്റു വേദഭാഗങ്ങൾ കൂടെ ഒക്കെയും പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി നമ്മളെ ചിന്തിപ്പിച്ചുവല്ലോ. ഹാലേലൂയ. സ്തോത്രം. അവിശ്വാസികളായ ഇസ്രായേൽ ജനത്തിന് ഹാലിലെ കനാൻ നാട്ടിൽ പ്രവേശിക്കാനായില്ല. ഹാലേലൂയ. സ്തോത്രം. ഇത് രണ്ടാമത്തെ അപകട മുന്നറിയിപ്പാണ്. ഹാലേലൂയ. നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാലേലൂയ ആരംഭിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹാലേലൂയ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. സ്തോത്രം. തിരുവെഴുത്തുകൾ ഉദ്ധരിക്കുമ്പോൾ അതിന്റെ ദൈവിക ഉത്ഭവത്തെ കുറിച്ചല്ലാതെ മാനുഷിക എഴുത്തുകാരെ പറ്റി ഒന്നും പറയാതിരിക്കുന്നത് എബ്രായ ലേഖനത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാലേലൂയ. ദൈവം അരുളി ചെയ്തതിനെ കുറിച്ച് പറയുന്നു. ഹാലേലൂയ. ഒന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹാലേലൂയ. പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതിനെ കുറിച്ചും പറയുന്നു. ഹാലേലൂയ. തിരുവെഴുത്തുകൾ ദൈവത്താൽ അഥവാ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചതാണെന്ന് ഇതിനാൽ തെളിവ് തന്നെ തെളിയിക്കുന്നു. ഹാലേലൂയ. സ്തോത്രം. മനുഷ്യ ശബ്ദമല്ല, മഹാദൈവത്തിന്റെ ശബ്ദം. നല്ല ഇടയനായ നമുക്ക് ജീവൻ തന്ന, മുഴുവൻ രക്തം ഊറ്റി തന്ന നമ്മുടെ കർത്താവിന്റെ മഹാരാജാവിന്റെ പരിശുദ്ധാത്മാവാൻ സർവശക്തിയുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് ഇന്ന് രാത്രികാലം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നത്. ഹാലേലൂയ. അവരുടെ അധംപതനത്തിന്റെ 3 പടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. 1 അവരുടെ മത്സരം, 2 അവരുടെ പാപം, 3 അവരുടെ അനുസരണക്കേട്. ഹാലേലൂയ. സ്തോത്രം. അവിശ്വാസത്തിനെതിരായ പ്രബോധനമാണ് ഹാലേലൂയ ലേഖനകാരൻ ഹാലേലൂയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന. ഹാലേലൂയ. സ്തോത്രം. മത്സരിക്കരുത്, പാപം ചെയ്യരുത്, അനുസരണക്കേട് കാണിക്കരുത്. ഈ 3 കാര്യങ്ങൾ ഹാലേലൂയ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാലേലൂയ ഭാഗങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. ഹാലേലൂയ. സ്തോത്രം. 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 ദൈവവചനം ഹൃദയത്തെ മാർദ്ദവപ്പെടുത്താനുള്ളതാകുന്നു, കഠിനപ്പെടുത്താനുള്ളതല്ല. ദൈവവചനം രാത്രികാലവും നമ്മളെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ഹാലേലൂയ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ച് ഹാലേലൂയ അനുസരിക്കുന്നവരായി, ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായി, ഹാലേലൂയ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി, ദൈവവഴി നടക്കുന്നവരായി, ഇപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവാൻ ഹാലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോയ പാത മാത്രമാണ് പിൻപറ്റേണ്ടത്. ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാവുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹാലേലൂയ സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വഴിയിൽ തന്നെ നാം നടന്നെങ്കിൽ മാത്രമേ നിത്യയിൽ എത്തുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ഓ ശബ്ദര വിഭജനധികരശലാധര. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ വഴിയിൽ നടന്നെങ്കിൽ മാത്രമേ ആ നിത്യത്തിലെത്തുവാൻ പിതാവിന്റെ അടുക്കൽ നമുക്ക് ഒരിക്കൽ വാസസ്ഥലത്ത് ചെന്നെത്തുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുത്തത്, നമ്മുടെ ബന്ധനം അഴിച്ചത്, നമ്മളെ സ്വതന്ത്രരാക്കി തീർത്തത്, ഹല്ലേലൂയ, അഭിഷേകം തന്നത്, പരിശുദ്ധാത്മ കാര്യസ്ഥനെ തന്നത്, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രിയന്റെ കാവലിന് കേൾക്കുമ്പോൾ ഇവിടുന്ന് എടുക്കപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നമുക്ക് വാസം ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലെ കഠിനമാക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ആരാവുന്നു കേട്ടിട്ട് മത്സരിച്ചവർ, മിസ്രയീമിൽ നിന്നും മോശ മുഖാന്തരം പുറപ്പെടുവിച്ചവർ എല്ലാവരും അല്ലോ. ഹല്ലേലൂയ. 40 ആണ്ട് അവർ ഹല്ലേലൂയ അവരോട് കൂട്ടിച്ചു. പാപം ചെയ്തവരല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ആണയിട്ടത്. ഹല്ലേലൂയ. അനുസരണം കെട്ടവരോടല്ലാതെ ഹല്ലേലൂയ ഇനി ആരോടാവുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. മുന്നറിയിപ്പാവുന്നു ദൈവമക്കളെ രാത്രികാലം. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ എന്നവരെ ദൈവത്തിന്റെ ഭുജകരങ്ങളാൽ, അത്ഭുതകരങ്ങളാൽ, വീര്യപ്രവൃത്തിയുടെ കരങ്ങളാൽ, അതിശയത്തിന്റെ കരങ്ങളാൽ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം വിടുവിച്ച് ഹല്ലേലൂയ എത്രമാത്രം വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്ത് അവരുടെ കണ്ണിന് മുമ്പിൽ അവർ കണ്ടിട്ടും ദൈവത്തോട് മത്സരിച്ചു, അനുസരണക്കേട് കാണിച്ചു, മത്സരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിഗണിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവാം സർവശക്തിയുള്ള ദൈവം നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് ഹല്ലേലൂയ. സ്തോത്രം എന്തുമായി തീരണം? ഹല്ലേലൂയ ഉപകാരമായി വരണം, പ്രയോജനമായി വരണം. അതനുസരിച്ചെങ്കിൽ മാത്രമേ അതിന് ഉപകാരപ്രദമായി വരത്തുള്ളൂ. വചനപ്രകാരം ജീവിപ്പാൻ നാം തീരുമാനമെടുക്കുമ്പോൾ ദൈവഭക്തന്മാർ ആഗ്രഹിക്കുന്നത് അവിടുത്തെ വചനപ്രകാരം ജീവിപ്പാൻ സങ്കീർത്തനക്കാരൻ കൊതിക്കുന്നത് പോലെ ഈ രാത്രികാലം ആ ഒരു കൊതി, ദൈവവചനപ്രകാരം ഞാൻ ജീവിക്കും, ദൈവത്തെ അനുസരിക്കും. ഹല്ലേലൂയ. എനിക്ക് ഒരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലം നഷ്ടപ്പെടുകയില്ല. ഓ ദുഷ്ടലോകം പുറകോട്ട് വലിക്കുന്ന ശക്തികൾ, ദുഷ്ടശക്തികൾ, ഹല്ലേലൂയ ആഭിചാര ശക്തികൾ, ഇതൊന്നും നമ്മെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മകാര്യസ്ഥനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മളെ കേൾപ്പിച്ച ദൈവജനത്തിന് മുമ്പാകെ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം, വചനപ്രകാരം ജീവിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രികാലം പുതിയ പുതിയ തീരുമാനങ്ങൾ ദൈവനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം എടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തണം, അല്ല കഠിനപ്പെടുത്തുവാനുള്ളതല്ല. പക്ഷേ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുകയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുകയും ചെയ്ത ഇസ്രായേൽ ജനം തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ് ചെയ്തത്.
കനാലിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വസ്ഥതയെക്കുറിച്ച് ദൈവം അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ അവരുടെ അവിശ്വാസം മൂലം അവർക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേലിൽ നിന്നും കനാലിലേക്കുള്ള ഏകദേശം 200 മൈൽ 320 കിലോമീറ്റർ ദൂരം കേവലം 11 ദിവസത്തെ യാത്ര കൊണ്ട് അവർക്ക് പിന്നിടാൻ കഴിയുമായിരുന്നുവെങ്കിലും 40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. സ്തോത്രം. ദൈവത്തോട് മത്സരിച്ചു, മോശയോട് മത്സരിച്ചു. പിറവെറുപ്പും മത്സരവും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. സ്തോത്രം. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? സ്തോത്രം, സ്തോത്രം. ദൈവഭക്തനായ അഭിഷക്തനായ ദാവീദിനെ ദൈവം പറയുന്നു, സ്തോത്രം, ദാവീദ് എനിക്ക് ബോധിച്ച പുരുഷൻ, എന്റെ ഹൃദയപ്രകാരമുള്ള ദൈവത്തിന്റെ സാക്ഷ്യം, യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം, മോശയെ കുറിച്ചുള്ള സാക്ഷ്യം, ദൈവഭക്തന്മാരെ കുറിച്ചുള്ള സാക്ഷ്യം എത്ര ശ്രേഷ്ഠമാകും. നമുക്കൊരു സാക്ഷ്യമുണ്ട്. ദൈവം പറയുന്നു, മണിക്കൂറത്തോളം ദൈവനം കേട്ടനുസരിച്ച് ജയോത്സവമായി ദൈവം നമ്മളെ നടത്തുന്നല്ലോ. സ്തോത്രം. ഉടജാലക ശംദര വിഭാരബാലഭ ഹംദര വിഭജല. ആരും നഷ്ടപ്പെട്ടു ഈ സമയം വരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേറെ വാതിലും വിശുദ്ധിൽ അപ്പനുറുക്കി പ്രാർത്ഥന കഴിക്കാൻ പോരുന്ന ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരരുതേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മളെ വീഴ്ത്തുന്ന ദുഷ്ടശക്തികളുണ്ട്. അവിശ്വാസം കടത്തിവിടുന്ന ദുഷ്ടശക്തികളുണ്ട്. നമ്മുടെ വിശ്വാസം ഇന്ന് രാത്രി കാലത്ത് വചന കേൾവിയിൽ വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശുദ്ധിയിലേക്ക് നമ്മളെ നടത്തപ്പെടുവാൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ, ഉയരത്തിലുള്ളത് പുഞ്ചിരി തൂകുവാൻ, സ്തോത്രം, നമ്മളെ ചേർപ്പാൻ വരുന്നു. നമ്മുടെ ദൈവം അതിവിശുദ്ധനായ ദൈവം. നാം വിശുദ്ധരായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ സഹായിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഒരശുദ്ധനും അവിടെ കടക്കയില്ല. ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, വിഭാരാധികൾ ആരും അവിടെ എത്തുകയില്ല. സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം അതിന് സംസാരിക്കുന്ന ഭക്തന് കുടുംബമായി കുഞ്ഞുങ്ങളെയും ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേയറിലെ നടത്തുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രേയറിൽ സംബന്ധിക്കുന്ന ഓരോ കുടുംബങ്ങളെയോടെ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രേയറിലെ ഓരോ സെക്ഷനിലും കടന്നു വന്ന് വചനം സംസാരിക്കുന്ന ദൈവദാസന്മാരെയും നീതി എന്നിവരെയും പാട്ടുപാടുന്ന മക്കളെയും നമുക്ക് ഓർക്കാൻ പ്രാർത്ഥിക്കാം. അനേക പുതിയ കുടുംബങ്ങളൊക്കെ കടന്നു വന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ഷോർട്ടായി പ്രാർത്ഥിക്കും. പിതാവാൻ ദൈവമേ, പുത്രനാൻ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, പ്രിയ ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം വിട്ട് രാത്രിയുടെ കാര്യങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനത്തിന്റെ വാതിൽ ഞങ്ങളുടെ ഭക്തനെ തുറന്നു കൊടുക്കുമല്ലോ. വചനത്തിന്റെ പൊരുളൊക്കെയും പരിശുദ്ധാത്മ നിയോഗത്താൽ തിരിച്ചറിങ്ങളെ പഠിപ്പിച്ചുവല്ലോ. സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ, തിരുമേനിയുടെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ഓർത്താചരിപ്പാൻ ബുദ്ധിയുള്ള ആരാധന ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധ യഹോവയ്ക്ക് പ്രസാദുള്ള യാഗങ്ങളാ സമർപ്പാൻ സഹായിക്കണമേ. നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം ഈ സമയം വരെയും ലോകത്തിൽ ഒരുങ്ങിയ മക്കൾ എല്ലാവരും കാണപ്പെടുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാരും മടങ്ങി വരുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ. ഈ രാത്രികാലം സുവർക്കങ്ങൾ തരണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് തിരുമേനിക്ക് നന്ദി കരയേറ്റുവാൻ സഹായിക്കണം. രാത്രിയുടെ ആമങ്ങളൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ അതുങ്ങളെ സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആർക്കും ഒരു ദോഷവും വരാതെ പരിപാലിക്കണം. ഒരു മഹാവീരനെ പോലെ പിൻപടിയായിരിക്കണം. ഹാലേലൂയ, ഹാലേലൂയ. സമൃദ്ധിയായ സമാധാന, സ്വസ്ഥത, സന്തോഷം എല്ലാവരും എന്നോട് കുഞ്ഞുങ്ങളിലും
നിറഞ്ഞു വസിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ക്രിയ ദൈവത്തിന്റെ സാന്നിധ്യം ദൂതന്മാരുടെ കാവൽ എല്ലാ ഭവനങ്ങളിലും നിറഞ്ഞു വസിക്കട്ടെ. യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ അവിടുത്തെ അതിവിശുദ്ധ രക്തം, നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തം, പുണ്യാക രക്തം, ആ വിലേറിയ അതിവിശുദ്ധ രക്തത്തിൽ ഭവനങ്ങളെയും വാഹനങ്ങളെയും അടിയങ്ങളെയും വൈദ്യങ്ങളെയും എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിൽ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുനഃപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശിസിച്ച എല്ലാവരും വലിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം, അതിന് സംസാരിച്ച ദൈവത്വം കുടുംബത്തോടും എല്ലാ കൃതാസന്മാരും നടത്തുന്ന മക്കളോടും സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പൂരോട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും മേഘം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത എപ്പോഴും ഹൃദയ സാന്നിധ്യവും എല്ലാവരുടെ വേദിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless us all. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ, വേഗം വരാറായി. രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. കുരിശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. വല്ലഭനെന്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. വല്ലഭനെന്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ, വേഗം വരാറായി. ആമയം തീർത്താമോദം പൂണ്ടോമന പുലരിയതിൽ ചേർത്തിടും ഓമന പുലരിയതിൽ. ആമയം തീർത്താമോദം പൂണ്ടോമന പുലരിയതിൽ ചേർത്തിടും ഓമന പുലരിയതിൽ. രാത്രികാലം കഴിഞ്ഞിടാറായി, യാത്രയും തീരാറായി, ഈ ലോകയാത്രയും തീരാറായി. രാത്രികാലം കഴിഞ്ഞിടാറായി, യാത്രയും തീരാറായി, ഈ ലോകയാത്രയും തീരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ, വേഗം വരാറായി. അത്തിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിളതായി,
അതിൻ്റെ കൊമ്പുകളിളതായി. അത്തിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിളതായി, അതിൻ്റെ കൊമ്പുകളിളതായി. അടുത്തു വേനലെന്നറിഞ്ഞു കൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി. അടുത്തു വേനലെന്നറിഞ്ഞു കൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി.